നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് വെക്കുന്നത്. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട കേട്ടോ, ഈ ഒരു വെള്ളം മതി. കാരണം കുക്കറിലായതുകൊണ്ട് ഒറ്റ വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഇത് നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത്, തേങ്ങയൊക്കെ വറുത്തരച്ച്, സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ. എന്തായാലും ഇത് വേവട്ടെ കേട്ടോ. സാമ്പാർ കഷ്ണം വേകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാവേ. ചിലർ ഇതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് വറക്കുക. ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇത് നല്ല മൂത്ത് വരുമ്പം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അങ്ങനെ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുത്തു. ഒരിച്ചിരി ഉലുവ കേട്ടോ. ഉലുവ പൊടിയാണ് ഇടേണ്ടത്, പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇട്ടത്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1 സ്പൂണാണ്. ഇനി ഇത് ഒന്നും കൂടെ പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കണം. പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി ഇതേ മൂത്തിട്ടുണ്ട്. ഈ വറക്കുന്ന ടൈമിൽ നമുക്കിതിൽ പരിപ്പും ഉഴുന്നൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇടാതിരുന്നത്. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് കായമാണ് ഇടണ്ടേ. കായം ഇല്ലാത്തത് കൊണ്ട് കായത്തിൻ്റെ പൊടി നമ്മളിട്ട് കൊടുക്കും. സാമ്പാർ പൊടി ഇടാത്തത് കൊണ്ടേ നമ്മൾ അതിനനുസരിച്ച് കായം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ല അരച്ചെടുക്കാവേ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കണം. ഇത് വറുത്ത ടൈമിലേ കുഞ്ഞുള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്തായാലും ഞാൻ അരപ്പ് ഇതിലേക്ക് ഇടട്ടെ കേട്ടോ. അരപ്പൊക്കെ ഇട്ട് നന്നായി ഞാൻ മിക്സ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. അതൊന്ന് അരിച്ചൊഴിക്കണം. പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ സാമ്പാർ അങ്ങനെ തിളച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. വറ്റൽമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട്. ഞാൻ ഓൾറെഡി ഇതിൽ വെണ്ടയ്ക്ക വഴറ്റിയാണ് ഇട്ടത് എണ്ണയിൽ. പിന്നെ തേങ്ങ വറുത്താണ് ഇട്ടത്. അതുകൊണ്ടാട്ടോ കടുക് വറുക്കാത്തതേ.